ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് പോലീസുകാരോട് പറയുക, വിഷ്ണു ആ പെരയ്ക്കകത്തുണ്ടെങ്കിൽ അവനെ അവിടിട്ട് നിങ്ങൾ ഇടിക്കുന്നിടി എനിക്കിവിടെ കേൾക്കണം, എന്നിട്ട് വാരിക്കുട്ടി അവനെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇട്ടാൽ മതി. രാഘവേട്ടനും പറയുക, അയ്യോ അവനിവിടെ ഇല്ല, സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ചന്ദ്രബോസ് ആ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ ചന്ദ്രബോസ് പറയുക, എടോ കിഴവാ, എൻ്റെ കൈപ്പാങ്ങിന് മാറിയിരുന്നാണ്, എൻ്റെ കൈനൂത്തൊന്ന് തന്നാലുണ്ടല്ലോ പിന്നെ എഴുന്നേറ്റ് നടക്കത്തില്ല, പിന്നെ ഇരിക്കുന്ന പോലെ ഇരിക്കത്തതേ ഉള്ളു. നമ്മുടെ രാഘവേട്ടൻ വിട്ടുകൊടുക്കുവോ? രാഘവേട്ടൻ പറയുക, ഈ ഓടിച്ചാടി നടക്കണമെന്നുള്ള മോഹമൊക്കെ വളരെ നാൾ മുമ്പേ അങ്ങ് വിട്ടതാ സാറേ, ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് കേട്ടിട്ട് ചന്ദ്രബോസ് സത്യാമ്മയോട് പറയുക, ദേണ്ടേ മകൻ്റെ കയ്യിലിരിപ്പ് കാരണമേ അപ്പനെ തല്ലിച്ചതച്ചെന്നേ പേപ്പറിൽ ന്യൂസൊന്നും വരണ്ടെങ്കിൽ ഇയാളോട് മിണ്ടാതെ അവിടെ അങ്ങനെ ഇരുന്നോളാൻ പറ. അതിനകത്തെല്ലാം കയറി പോലീസുകാർ നോക്കിയിട്ട് വന്നിട്ട് പറയുന്നത്, സാറേ ഇതിനകത്തൊന്നും ഇല്ല. ചന്ദ്രബോസ് പറയുക, കാക്കി കിട്ടവൻ്റെ നെഞ്ചത്ത് കയറിയവനെ അവൻ്റെ കൈ ഇടിച്ച് പരത്തുമെന്ന് അവനോട് പറഞ്ഞേരെ. സത്യാമ്മയോട് പറയാ, പുന്നാരമോനോട് പറഞ്ഞേരെ അവൻ അവിടെ ഒന്ന് മാപ്പിരുന്നോളാൻ, അല്ലെങ്കിലേ ഇടിക്കുന്നിടിയിൽ അവൻ്റെ വായിന്ന് വരുന്ന ചോരയിലേ അവൻ്റെ ചങ്കും കരളും എല്ലാം ഞാൻ തുപ്പിക്കും, കേട്ടോ സത്യഭാമേ, അവൻ വരുമ്പം പറഞ്ഞേരെ എന്നും പറഞ്ഞ് ദേഷിച്ചിങ്ങനെ നോക്കിയിട്ട് അവനങ്ങ് പോവാണ്. ശാലിനി വിഷ്ണുവിനെ കാണാൻ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ശാലിനി ചോദിക്കുന്നു, എന്തൊരവസ്ഥയാണ് വിഷ്ണുവേട്ടാ നമ്മളുടേത്, താനിത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് ശാലിനി ചോദിക്കുന്നു, വിഷ്ണുവേട്ട എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഭക്ഷണമൊക്കെ? അതൊക്കെ സുബേർക്കൊക്കെയാണ് നന്ദി പറയേണ്ടത്, കൃത്യസമയത്ത് അതൊക്കെ എനിക്ക് എത്തിക്കുന്നുണ്ട്. ശാലിനി പറയുന്നത്, നമുക്കെന്തും ഇങ്ങനെ ഒളിച്ചിരുന്നാൽ പറ്റില്ലല്ലോ വിഷ്ണുവേട്ട, നമ്മുടെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കണ്ടേ. പോലീസ് ഒരിക്കലും വിഷ്ണുവേട്ട നിരപരാധിയായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കത്തില്ല, പ്രത്യേകിച്ചും ചന്ദ്രബോസിൻ്റെ പോലീസുകാർ. അതെനിക്കറിയാവടോ, അവൻ എനിക്ക് കെണിയൊരുക്കിയിട്ടേ ഈ ലോകം മുഴുവൻ അവൻ ഓടി നടക്കുക. ഞാനിനി ഒരിക്കലും പുറത്ത് വരാത്ത രീതിക്ക് അവൻ എന്നെ പൂട്ടുകയും ചെയ്യും. വിഷ്ണുവേട്ട, ലോറിയിൽ ആരാണ് സ്പിരിറ്റ് വെച്ചെന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് നമ്മുടെ കേസ് തെളിയിക്കാനാവില്ല. പോലീസ് അത് ഏതായാലും കണ്ടുപിടിക്കത്തില്ല. പിന്നെ ഏക വഴി എന്തുവെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോലീസാകുക എന്നുള്ളതാണ്. താൻ എന്താടോ പറഞ്ഞു വരുന്നത്? അത് വിഷ്ണുവേട്ട, അന്നേ ദിവസം ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടെ നിന്നും ഒരു പുതിയ യാത്ര നമുക്ക് ആരംഭിക്കണം. ഫ്രൂട്ട്സ് വെച്ച ലോറി വേണ്ട, പകരം നമുക്ക് മറ്റൊരു വാഹനത്തിൽ യാത്ര തുടങ്ങണം. എവിടെയൊക്കെ നിർത്തി എവിടെയൊക്കെ സമയം ചെലവഴിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായി അളന്നു കുറിച്ചിട്ടുള്ളൊരു യാത്ര. എൻ്റെ മനസ്സ് പറയുന്ന വിഷ്ണുവേട്ട, ആ ഒരു യാത്രയിൽ സ്പിരിറ്റ് എങ്ങനെയാ വിഷ്ണുവേട്ടൻ്റെ വണ്ടിയിൽ കയറിയതെന്ന് നമുക്ക് കണ്ടെത്താനാകും. എങ്കിൽ പിന്നെ ശാലിനി അതിന് കമലൻ കൂടെ പുറത്തു വരണം. എവിടൊക്കെ നിർത്തി എവിടൊക്കെ സമയം ചെലവഴിച്ചു ആരോടൊക്കെ സംസാരിച്ചെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് കമലന് മാത്രമേ പറ്റത്തുള്ളൂ. അതോർത്ത് വിഷ്ണുവേട്ടൻ വിഷമിക്കേണ്ട, കമലനെ ഇറക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ കമലൻ ഇറങ്ങും. എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി ആ റൂട്ടിൽ ഒരിക്കൽ കൂടി ഒന്ന് സഞ്ചരിക്കണം. സംശയം തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ നിർത്താം. പോരുന്ന വഴിയിലുള്ള CCTV ദൃശ്യങ്ങളും നമുക്ക് പരിശോധിക്കാം. എൻ്റെ മനസ്സ് പറയുന്നു, ആ വഴിയിൽ എവിടെയോ എൻ്റെ വിഷ്ണുവേട്ടനെ കുടുക്കിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. നമ്മുടെ ഈ യാത്രയിൽ ഈശ്വരൻ നമുക്കത് കാണിച്ചു തരും. എനിക്കിപ്പോൾ സങ്കടമൊന്നും ഇല്ല ശാലിനി. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ട് എൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അച്ഛനെ ഞാൻ കണ്ടിരുന്നു ശാലിനി, എനിക്കൊന്നും പറയാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. എന്തോ കുഴപ്പമുണ്ട് അച്ഛന്, എന്തോ ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെ. അച്ഛനെന്ന് പുറത്തുണ്ടായതുകൊണ്ടാണ് പപ്പിമോളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അച്ഛൻ എങ്ങനെ രാത്രിയിൽ അവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതെനിക്ക് വല്ലാത്ത ടെൻഷൻ ശാലിനി. അതെന്താണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. വിഷ്ണുവേട്ടൻ വിഷമിക്കാതെ, അതിനെല്ലാം വഴിയുണ്ടാക്കാം. ഇതിനൊക്കെ വേണ്ടത് വിഷ്ണുവേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് പോലീസല്ല, നമ്മൾ തന്നെയാണ്. അത് നമ്മൾ ചെയ്തിരിക്കും. എന്ത് വില കൊടുത്തും നമ്മളത് നേടിയിരിക്കും വിഷ്ണുവേട്ട. ശാരദാമ്മയുടെ വീട്ടിൽ പപ്പിമോളും സത്യമോളും ഇരുന്നിട്ട് പഠിക്കുവാണ്. ശ്യാമ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുവാണ് രോഹിത്ത് പറഞ്ഞതൊക്കെ. പത്മിനി വിഷ്ണു, അവളെ നിന്നോടൊപ്പം കൂട്ടാൻ ഞാൻ പറഞ്ഞത് എന്തിനാണോ, അവളെ ദ്രോഹിക്കാൻ തന്നെ അടി. ശ്യാമ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് ശാരദാമ്മ വന്നിട്ട് പറയുക, എന്തൊരു ഇരിപ്പാ മോളെ ഇത്, ആ കുട്ടികൾ എഴുതുന്ന ശരിയാണോന്നെങ്കിലും നീ ഒന്ന് നോക്ക് മോളെ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മോള് വെറുതെ വിഷമിക്കാതെ. എന്ത് പരിഹാരമാമേ? മുന്നോട്ടുള്ള ജീവിതം ഇനി എന്താണെന്നോ എങ്ങനെയാണെന്നോ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. മോളെ, നീ തിരിച്ച് രോഹിത്തിൻ്റെ അടുത്തോട്ട് തന്നെ പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നീ ജീവിക്കേണ്ടതേ അവൻ്റെ കൂടെ തന്നെ അല്ലേ. ഞാൻ അവിടെ എങ്ങനെയാ കഴിയുന്നതെന്നൊക്കെ എൻ്റെ സിറ്റുവേഷൻ അമ്മ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കവിടെ കഴിയാൻ പറ്റത്തില്ലമ്മേ. രോഹിത്ത് എന്നെയും മകളെയും അംഗീകരിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്?
പപ്പിമോളെ രോഹിത് അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല. എടി മോളെ, നിങ്ങളെ 3 പെൺകുട്ടികളെ നിങ്ങളുടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടാണോ നിങ്ങൾ വളർന്നത്? അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ താനേ മാറിക്കോളും. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല. എല്ലാം മറക്കാനും പൊറുക്കാനും ഉള്ളതാ മോളെ ജീവിതം. അതെ, നമ്മുടെ കൈപ്പാങ്ങിൽ ഒതുങ്ങിക്കിട്ടാൻ വലിയ പാടാ. പക്ഷേ കിട്ടിക്കഴിഞ്ഞാലോ ഇത്രയും പവിത്രമായ ഒരു ബന്ധം പിന്നെ ഭൂമിയിൽ ഇല്ലെന്ന് തന്നെ പറയാം. ജീവിതത്തെ ഒരുപാട് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് മോളെന്ന് കേക്ക്. നീ രോഹിത്തിൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോണം മോളെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് അമ്മ പറയുന്നത്. ഒരു ജയിലിൽ എൻ്റെ ജീവിതം, അതല്ലേ അമ്മയ്ക്ക് കാണേണ്ടത്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോയേക്കാം. എൻ്റെ ശ്യാമയെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? നിങ്ങളെ വളർത്തി ഈ രീതിക്കൊക്കെ എത്തിക്കാനാകാമെങ്കിൽ എനിക്ക് ഇനിയും നിങ്ങളെ നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ഞാൻ എങ്ങനെങ്കിലും ഒപ്പിച്ചെടുക്കും. അതിനുള്ള തൻ്റെ ഈ അമ്മയ്ക്കുണ്ട്. പക്ഷേ നീ ഇപ്പം ഇവിടുന്ന് പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുക്ക നീ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ശരിയമ്മേ, അമ്മയുടെ തീരുമാനം അങ്ങനെ തന്നെ ആണെങ്കിലേ അതങ്ങനെ തന്നെ നടക്കട്ടെ. വാ മോളെ പപ്പി, നമുക്ക് പോകാം. ശാരദാമ്മ പറയാ, ശ്യാമേ, അതിന് മോളെ നീ എന്തിനാ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കുഞ്ഞിന് പനിയുള്ളതല്ലേ, പനിയൊക്കെ മാറട്ടെ, ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം. അത് വേണ്ടമ്മേ, ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ മോളും ഉണ്ടാകും. പപ്പിമോള് സങ്കടത്തോടെ പറയുന്നു. ശാരദാമ്മേ, അപ്പം ഞങ്ങൾ ഇനിയും അങ്ങോട്ട് പോകണോ? വാ മോളെ, നമുക്ക് പോകാം. നമ്മൾ കാരണം ഇനി ഇവിടെ ഉള്ളവർക്കാർക്കും ഒരു സ്വസ്ഥതക്കേട് വരണ്ട. മോളെ ശ്യാമേ, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നീ എൻ്റെ കാര്യങ്ങൾ പറയുന്ന അർത്ഥത്തിലെടുക്കാത്തത്? ഏതർത്ഥത്തിലെടുത്താലുമേ അവസാനം ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ പടിയിറക്കം തന്നെയാ. ഞങ്ങളുടെ ഒരു തലവിധി, അല്ലാതെ എന്തു പറയാന്? മോളെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മ ഇനി ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ശ്യാമ പപ്പിമോടെ കൈക്കും പിടിച്ചോണ്ട് ഇറങ്ങുവാണ്. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് ശാരദാമ്മ ശ്യാമയുടെ കയ്യിൽ പിടിക്കുമ്പോൾ ആ സമയത്ത് 2 പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രബോസും കുറേ പോലീസുകാരും എല്ലാം കൂടെ ശാരദാമ്മയുടെ വീട്ടിനകത്തോട്ട് വരുവാണ്. ചന്ദ്രബോസ് പോലീസുകാരോട് പറയുന്നു, എടോ, അവൻ ഇതിനകത്ത് തന്നെ കാണും. 2 പേര് പുറവശത്തെ വാതിലിൽ കൂടെ പോയി നിൽക്ക്. അവനെ കൈ കിട്ടിയാൽ അവൻ്റെ എല്ലെല്ലാം തല്ലി ഓടിച്ചിട്ട് വേണം ഈ ജീപ്പിനകത്തോട്ട് കൊണ്ടുവരാൻ. ശാരദാമ്മ ചോദിക്കുന്നു, സാറേ എന്തോ ഇതൊക്കെ? അപ്പോൾ കാര്യമൊന്നും മനസ്സിലായില്ലേ? വിഷ്ണുവിനെ ഇതിനകത്ത് ഏത് മുറിയിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയാമെങ്കിലേ അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങ് എളുപ്പമാകും. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെന്നോ? ഇവിടെയോ? അതും വിഷ്ണുവിനെ? ഇവിടെ വിഷ്ണു ഒന്നും ഇല്ല സാറേ. അത് പിന്നെ മരുമോനെ ഒറ്റ കൊടുക്കാനേ ഏത് അമ്മായിയമ്മമാരാ തയ്യാറാകുന്നത്? വിഷ്ണുവിനെ പോലെ സ്നേഹനിധിയായ മരുമോനാകുമ്പം പിന്നെ പറയണോ? അത് പിന്നെ ഒട്ടും പറ്റത്തില്ല സാറേ. അതിന് വിഷ്ണു ഇവിടെ ഇല്ല. പോലീസുകാരോട് ചന്ദ്രബോസ് പറയുന്ന, എടോ, എല്ലാ മുറികളും പരിശോധിക്കണം. അതിൻ്റെയൊക്കെ തട്ടും പുറവും കയറി നോക്കിക്കോണം. ഏത് മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ മിടുക്കനാ. കുന്തം പോയാലേ കുടത്തിലും തപ്പണമെന്നല്ലേ പറയുന്നത്. അവൻ്റെ സ്വഭാവം വെച്ചാണെങ്കിലേ അവനെ ആ പുട്ടൂറ്റിക്കകത്തും കുടത്തിലും ചെമ്പിനകത്തൊക്കെ ഒന്ന് നോക്കിയേരെ. സാറേ, ഇതൊരു വല്ലാത്ത കഷ്ടമാണ്. എന്ത് ചെയ്യാനാ ശാരദാമ്മേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ? വിഷ്ണു തൂണിലും തുരുമ്പിലും കാണുമെന്നല്ലേ പറയുന്നത്. അപ്പം നോക്കട്ടെ. അപ്പോൾ അകത്തുനിന്നൊരു പോലീസുകാരൻ കുറച്ച് സാധനം വലിച്ചോട്ടെറിയുന്നു. അത് കണ്ടിട്ട് ശാരദാമ്മ പറഞ്ഞു, സാറേ എന്ത് വൈ കാണിക്കുന്നത്? നിങ്ങൾ വിഷ്ണുവിനെ നോക്കാൻ വന്നതാണോ എൻ്റെ കട തല്ലിപ്പൊളിക്കാൻ വന്നതാണോ? അവനുണ്ടല്ലോ ആ വിഷ്ണു, അവനെ കിട്ടുന്നവരെ അവൻ്റെ ബന്ധുക്കൾക്കും എല്ലാം ഞങ്ങളൊരു തലവേദന തന്നെ ആയിരിക്കും. മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. എന്നിട്ട് ചന്ദ്രബോസ് ആ പോലീസുകാരോട് പറയുന്നു, എടോ, മാക്സിമം എല്ലാം മാറി പുറത്തേക്ക് എറിഞ്ഞേക്ക്. കുറ്റം ചെയ്യുന്നതിനേക്കാളും തെറ്റാ കുറ്റവാളിയെ ഒളിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ ശാലിനി അങ്ങോട്ട് വരുവാണ്. ശാലിനിയെ കണ്ടിട്ട് ശാരദാമ്മ പറയുന്ന, മോളെ നോക്കിക്കേ, ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. ശാലിനി അതൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് ചന്ദ്രബോസിനെ ഇങ്ങനെ ദേഷിച്ച് നോക്കിയിട്ട്, മിസ്റ്റർ ACP ചന്ദ്രബോസ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അത് മാഡം, സ്പിരിറ്റ് കേസിലെ വിഷ്ണു ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ട് സെർച്ച് ചെയ്യുക. സെർച്ചിങ് എന്നാണോ ഇതിന് പറയുന്നത്? പോലീസുകാരല്ലയോ മാഡം, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. വിഷ്ണു എപ്പോൾ പിടിയിലാകുന്നോ അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതേ നിർത്താനാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തും കാണിക്കാമെന്നുള്ള ഒരു ധാർഷ്ട്യം. ഇതിൻ്റെ പേര് അതിക്രമമെന്ന്. സെർച്ചിങ്ങിൻ്റെ പേരും പറഞ്ഞ് കട തല്ലിപ്പൊളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? ചന്ദ്രബോസ് ഒരു പുച്ഛത്തോടെ, മാഡം ഇപ്പോഴേ നിർബന്ധിത ലീവില, അതായത് അധികാര കസേരയിലല്ല മാഡം ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. വാക്കുകളൊക്കെ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും. അത് ഈ നക്ഷത്ര ചിഹ്നങ്ങളൊക്കെ കൂടുതലുള്ള പോലീസുകാരോട്.
തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനേ കളക്ടറുടെ അധികാര കസേരയൊന്നും വേണ്ട മിസ്റ്റർ ACP. ലോകത്ത് ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ആക്രമിക്കപ്പെട്ടാൽ അത് തടയാനും ചോദ്യം ചെയ്യാനുമുള്ള അവകാശമുണ്ട്. അതിനെ യൂണിഫോമിലെ നക്ഷത്ര ചിഹ്നങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. പറയുന്ന ഒരാൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമമാണ്. സെക്ഷൻ 103. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ മിസ്റ്റർ ചന്ദ്രബോസിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രഹസനമൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം. അതാണ് നിങ്ങൾക്ക് നല്ലത്. അത് കേട്ടിട്ട് ഒരു പുച്ഛത്തോടെ ചന്ദ്രബോസ് പറയുക, മേഡം, ഈ ലോറിയിൽ നിന്ന് പിടിച്ചെടുത്ത സ്പിരിറ്റ് ഗ്യാസ് ഉണ്ടല്ലോ, അതിനി ബാർലി വെള്ളമാണെന്നും ഭർത്താവ് നിരപരാധിയാണെന്ന് വാദിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? എൻ്റെ ഭർത്താവല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് എല്ലാരേക്കാളും കൂടുതൽ അറിയാവുന്ന ACPക്കല്ലേ? അത് ശരി, അപ്പോൾ വാദിയെ പ്രതിയാക്കുവാണോ? ചിലപ്പോൾ അങ്ങനെ ആയേക്കും മിസ്റ്റർ ACP. സാഹചര്യം ഒത്തു വന്നാൽ, ചിലരുടെ സാന്നിധ്യം മനസ്സിലാക്കി തന്നാൽ ഏത് വാദിയും പ്രതിയാകും. പിന്നെ എൻ്റെ ഭർത്താവല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചന്ദ്രബോസ് അത് കേട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. ശാലിനി ഉടനെ പറയുന്നു, കമല എന്നിങ്ങനെ വിളിക്കുമ്പോൾ ആ ഓട്ടോറിക്ഷയിൽ നിന്നും കമലൻ ഇറങ്ങുന്നുണ്ട്. ചന്ദ്രബോസ് അങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. അയ്യോടാ, കമലൻ ഇത് എപ്പോഴിറങ്ങി? ഇവനെ ഇത് ആരിറക്കി വിട്ട്? ഇവനിനി ജീവനോട് ആ ജയിലിൽ നിന്ന് വരുത്തില്ലെന്നാണല്ലോ വിചാരിച്ചത്. അത്രത്തോളം ഞാൻ ഇവനെ അതിനകത്തിട്ട് ചവിട്ടി കൂട്ടി കൊല്ലാക്കൊല ചെയ്തതാണല്ലോ. ശാലിനെ നോക്കി ചന്ദ്രബോസ് ഞെട്ടിയിട്ട് മനസ്സിൽ പറയുക, ഇവനെ ഇത് എപ്പോഴിവൾ പുറത്തിറക്കി? ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ചന്ദ്രബോസിനോട് ശാലിനി പറയുക, ചന്ദ്രബോസേ, എൻ്റെ ഭർത്താവ് വിഷ്ണുവല്ല സ്പിരിറ്റ് കടത്തിയതെന്നേ ഈ കമലനെ വെച്ച് ഞാൻ തെളിയിക്കും. അതിനെന്താ മേഡം തെളിയിച്ചോ. അതുവരെ ഈ പന്ത് ചന്ദ്രബോസിൻ്റെ കോർട്ടില. ഏതൊക്കെ രീതിയിൽ പന്തുമായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കുമെന്നേ ഞാനും ഒന്ന് നോക്കട്ടെ. പെട്ടെന്ന് പോലീസുകാരോട് പറയുന്നു, എന്നാ പിന്നെ മതിയാക്കടോ, ഇനി നാളെ വരാം. എപ്പോഴാ അവൻ ഇനി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ചന്ദ്രബോസ് ചിരിച്ചോണ്ട് പറയാ, ഇത് നമുക്കങ്ങ് എന്ന് ദിനചര്യയാക്കാവടോ. എന്നിട്ട് ചന്ദ്രബോസ് വിലങ്ങെടുത്ത് ശാലിനിയെ കാണിച്ചിട്ട് പറയുന്നു, മേഡം ഇത് കണ്ടോ, ആഭരണമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, അത് അണിയിക്കാനുള്ള കൈ എനിക്ക് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഞാൻ നിരാശനാകുന്നില്ല. പോകുന്നതിനേക്കാളും ശക്തിയാൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോഴും എൻ്റെ കയ്യിൽ ഈ വിലങ്ങ് ഉണ്ടാവും. അത് കേട്ടിട്ട് നമ്മുടെ ശാലിനി പറയുക, അതെ, ആ വിലങ്ങ് വീഴേണ്ട കൈകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ ചന്ദ്രബോസെ. സൂക്ഷിച്ചുകൊണ്ട് തന്നെ നടക്കണം. ആ സമയത്തെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനെ അത് തിരക്കി പിടിച്ച് നടക്കണ്ട. ചന്ദ്രബോസ് പറയാ, നമുക്ക് കാണാം, നമുക്ക് കാണണം എന്ന് ശാലിനിയും പറയുമ്പോൾ ചന്ദ്രബോസും കൂട്ടരും അങ്ങ് മടങ്ങി പോവുകയാണ്. ശാരദാമ്മ പറയുക, കണ്ടില്ലേ മോളെ ആ കാലൻ കാണിച്ചു വെച്ചിട്ട് പോയത്? ആ കാലൻ്റെ മുകളിലേ നമ്മൾ യഥാർത്ഥ കാലനെ ഇറക്കുവമ്മേ. അന്ന് അയാൾ തീരും, അതുവരെ അവൻ കളിക്കട്ടെ. കത്തിത്തീരാൻ പോകുന്ന മെഴുകുതിരിക്കേ അല്ലെങ്കിലും അല്പം വെട്ടം കൂടുതലായിരിക്കും അമ്മേ. ശ്യാമയും പപ്പിമോളും ഒരു ഓട്ടോറിക്ഷയിൽ രോഹിത്തിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുവാണ്. രോഹിത്താണെങ്കിൽ അവിടെ നിന്ന് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ശ്യാമയും പപ്പിമോളും വന്നതെല്ലാം മുകളിൽ ഇരുന്നുകൊണ്ട് സുസ്മിത കാണുന്നുണ്ട്. ശ്യാമയെ കണ്ടുകൊണ്ട് രോഹിത്ത് ചോദിക്കുന്നു, എന്താടി അവിടുത്തെ താമസം മതിയാക്കിയോ അതോ അവിടുന്ന് അവരെ ഇറക്കി വിട്ടോ? ശ്യാമ ചോദിക്കുക, എന്താ ഞാൻ ഈ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ഞാനങ്ങ് തിരിച്ചു പോകണോ? നീ ഇങ്ങോട്ട് വരണമെന്നേ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ പിന്നെ നീ പോയാലെന്താ വന്നാലെന്താ? അവൻ്റെ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ ശ്യാമ പപ്പിമോളോട് പറയുന്നു, ബാ നമുക്ക് പോകാം. ഉടനെ രോഹിത്ത് പറയുന്നു, എങ്ങോട്ട് തള്ളി പോവുക? എന്താ ഇത് വല്ല സത്രം വല്ലതുമാണോ? സുസ്മിതയെ അത് കണ്ടിട്ട് പറയുക, രോഹിത്തെ, ശ്യാമയെ തടയണ്ട, അവൾ അകത്തോട്ട് കയറട്ടെ. വേണ്ട സുസ്മിത, ഇവളൊക്കെ ഇനി ഇവിടെ വേണ്ട. ഇവളെ ഇവിടെ അമ്മയുടെ കൂടെ പോയി അങ്ങ് ജീവിക്കട്ടെ. അപ്പോഴാകുമ്പോഴേ അവിടെ പുന്നാര കുഞ്ഞേച്ചിയെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. രോഹിത്തെ, ദാണ്ടെ പപ്പിമോൾക്ക് പനി കുറവില്ല, അവളെ ഡോക്ടറെ ഒന്നുകൂടെ കാണിക്കേണ്ടി വരും. അതെന്താടി, നിന്റെ കളക്ടർ ചേച്ചിയുടെ വാഹനത്തിൽ എന്താ കൊണ്ടുപോകാൻ പറ്റത്തില്ലയോ? ഓ, അതവരുടെ ഔദ്യോഗിക വാഹനമല്ലേ, അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലല്ലോ. രോഹിത് ഇവിടെ ചുമ്മാതെ നിൽക്കുമല്ലയോ, ചവിട്ടാനും കൊല്ലാനും കൊള്ളാനും ഒക്കെ. നീ ഒന്ന് ഓർത്തോ, ഈ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ നീയും നിന്റെ വീട്ടുകാരും അനുഭവിക്കും. രോഹിത്തെ, ഇവിടേക്ക് വന്നത് എൻ്റെ തെറ്റാ. ഞാനും എൻ്റെ മോളും ഇങ്ങോട്ട് വന്നതേ ഞങ്ങളുടെ 1-2 ഡ്രസ്സ് ഇവിടെ ഉണ്ട്, അതുകൂടി എടുത്തിട്ട് ഞങ്ങളങ്ങ് പോയേക്കാം. രോഹിത്തിന് ജീവിക്കോ മരിക്കോ എന്ത് വേണമെന്ന് ചെയ്തോ, വാ മോളെ എന്നും പറഞ്ഞ് ശ്യാമയും പപ്പിമോളും അകത്തോട്ട് കയറി പോവാണ്. സുസ്മിത വന്ന് രോഹിത്തിനോട് പറയുന്നു, രോഹിത്തെ, പപ്പിയും ശ്യാമയും പറഞ്ഞു വിടരുത്, അവർ പോകട്ടെ സുസ്മിതെ, ഒരു സമാധാനവും കിട്ടത്തില്ല. അങ്ങനല്ല രോഹിത്തെ, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്ലാൻ മറന്നുപോയോ? അപ്പോൾ ഫ്രണ്ട്സ്, ശ്യാമയെയും പപ്പിമോളെയും മുൻനിർത്തിയാണ് മദ്യവിൽപ്പന നടത്താൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ചന്ദ്രബോസ് ആണെങ്കിൽ വിഷ്ണുവിനെ തിരക്കി നാടായ നാടൊക്കെ ഇങ്ങനെ അലഞ്ഞോണ്ട് നടക്കുവാണ്. അപ്പോൾ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ചന്ദ്രബോസിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത റിവ്യൂവുമായി നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.